കർത്താവിന്റെ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ അവസരങ്ങളിലും കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. അതിന് നമുക്ക് സ്തോത്രം നഷ്ടമായൊന്നും പോകത്തില്ല. അതിന് ഇരട്ടിയായ നന്മകൾ പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, എല്ലാവരും പോയി, നീ എന്തേ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, തിരുവെഴുത്തിന്റെ ആമേൻ ആമേൻ വലിയ നന്മകൾ, സ്തോത്രം, ക്രിസ്തുവാകുന്നവന്റെ അടുക്കൽ നിന്ന് പത്രോസ് പറയുകയാണ്, നിന്റെ വായിന്ന് വീഴുന്ന വചനം, നിന്റെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളിലും കൊണ്ടാണ് ഞാൻ നിന്നെ മുറുക്കെ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എങ്ങോട്ടാണ് നിന്നെ വിട്ട് ഓടിപ്പോകുന്നതെന്ന് പത്രോസ് ചോദിച്ചു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതൊക്കെ ഏറ്റവും നന്മയാണ്, ഏറ്റവും അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് ദിവസങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനയിൽ കടന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവാം ദൈവം ആശീർവദിച്ച് മാനിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. ചില മിനിറ്റുകൾ മാത്രം കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് വായിക്കാം. തീത്തോസിന്റെ ലേഖനം, അതിന്റെ 1-ാം അധ്യായം 6, 7, 8, 9 തിരുവചനങ്ങൾ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6, 7, 8, 9 തിരുവചനങ്ങൾ. പ്രൈസ് ഗോഡ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാമത്തെ വാക്യം. ചിലർ ഇവ വിട്ടുമാറി വൃദ്ധാവാദത്തിലേക്ക് തിരിഞ്ഞ്, അതെ, വാദത്തിലേക്ക് 6-ാമത്തെ വാക്യം. മൂപ്പൻ കുറ്റമില്ലാത്തവൻ, ഏകഭാര്യയുള്ളവൻ, ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണത്തിലോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കും. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനായിരിക്കണം, അഭിനിന്യനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപി, മദ്യപ്രിയനും, തല്ലുകാരനും, ദുർലാഭം മോഹിയും അരുത്. 8-ാമത്തെ വാക്യം. അതിഥിപ്രിയനും, സൽഗുണപ്രിയനും, സുബോധശീലനും, നീതിമാൻ, നിർമ്മലൻ, ജിതേന്ദ്രിയൻ, ഭക്തിയോപദേശത്താൽ പ്രബോധിപ്പാൻ, വിരോധികൾക്ക് ബോധം വരുത്തുവാൻ ശക്തനായിരിക്കേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കും. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6, 7, 8, 9 തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നൊന്ന് മൈക്കിലൂടെ വായിക്കാം. സ്തോത്രം. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യ ഉള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനീത്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനും വിരോധികൾക്ക് ബോധം വരുത്തുന്നവനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുക്കെ പിടിക്കുന്നവനും ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ശബ്ദോക്കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് ഒരു ലേഖനം എഴുതുകയാണ്. തീത്തോസിനെ ആമേൻ ആത്മാവിൽ ഉണർത്തുവാൻ, ആത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി തീത്തോസിനെ പൗലോസ് ഉണർത്തി പറയുകയാണ്. അനേക ശുശ്രൂഷകന്മാരെ പൗലോസ് എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിലും തീത്തോസിന്റെ ലേഖനത്തിന്റെ അകത്ത് ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ഒരു ശുശ്രൂഷയുടെ കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി വിധേയപ്പെടുന്ന ആമേൻ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണമെന്ന് തീത്തോസിനോട് മാത്രമേ പൗലോസ് പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തീത്തോസിനോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ്, തീത്തോസ്
തീത്തോസേ, നീ ഒരു ശുശ്രൂഷകനാണ്. നീ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിയുള്ളവനാണ്. നീ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവനെ ഒരു മനുഷ്യൻ അളക്കാൻ വന്നാൽ, അവൻ ഒരു മനുഷ്യനെ നോക്കാൻ വന്നാൽ, ഒരു ശുശ്രൂഷകന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന് കുറ്റമില്ലാത്തവനായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവായ ദൈവം ഒരു വ്യക്തിയെ നീതിമാനായി അംഗീകരിച്ചാൽ, കർത്താവായ ദൈവം ഒരു മനുഷ്യനെ പരിശുദ്ധനായി അവന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചാൽ, പിന്നെ കർത്താവ് അവനെ നോക്കുന്നത് നീതിമാനായിട്ടാണ്. പ്രൈസ് ഗോഡ്. എന്നതുപോലെ ഒരു ശുശ്രൂഷകൻ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ആ ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് പൗലോസ് പറയുന്നത്, ഒരു മൂപ്പൻ, ഒരു ലീഡർ ഒരു കുറ്റമില്ലാത്തവനാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏതൊക്കെ വിധത്തിൽ വിമർശനങ്ങളും ഏതൊക്കെ വിധത്തിൽ അവനെതിരെ പോരാട്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ആ വേദി നിൽക്കുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ഒരു ഫുൾപിറ്റ് നിൽക്കുമ്പോൾ, അവനെതിരെ വരുന്ന സകല വാദഗതികളും അവനെതിരെ വരുന്നുണ്ടെങ്കിലും സ്തോത്രം, അവൻ കുറ്റമില്ലാത്തവനായി നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആമേൻ, തീത്തോസേ, നീ കുറ്റമില്ലാത്തവനാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ പട്ടണം തോറും നീ മൂപ്പന്മാരെ ആക്കി വെക്കണം. അടുത്തതായിട്ട് പൗലോസ് തീത്തോസിനോട് പറയാണ്, ഞാൻ ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ, ഞാനൊരു ദേശത്ത് ചെല്ലുമ്പോൾ, ഞാനൊരു സ്തോത്രം ഒരു കൂടാരത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ശുശ്രൂഷകനെയോ ഒരു കുടുംബത്തെയോ ആത്മാവിൽ ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് പോലെ, തീത്തോസേ, നീ ആർക്കുന്ന പട്ടണത്തിൽ, നീ ആർക്കുന്ന ദേശത്ത്, നീ പാർക്കുന്ന ആ സമൂഹത്തിന്റെ നടുവിൽ നീയും മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ശുശ്രൂഷകൻ കുറ്റമില്ലാത്തവനാകണം. പ്രൈസ് ഗോഡ്. അവനെ നോക്കുന്നവർ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവന് തെറ്റ് കണ്ടുപിടിക്കുവാൻ, അവൻ സ്തോത്രം, അവൻ തെറ്റുകൾ അവൻ ഉളവാക്കി അവനെ ശുശ്രൂഷയിൽ നിന്നും താഴെ ഇറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ ദൈവവേലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി കുറ്റമില്ലാത്തവനായി നിൽക്കണമെന്ന് പൗലോസ് തീത്തോസിനോട് പറയുകയാണ്. നീ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ നീ ഒരു മൂപ്പന്മാരെ ആക്കി വെക്കണം എന്ന് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി സഹ ശുശ്രൂഷകന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഇത് പൗലോസ് പറയാനുള്ള കാരണം, പൗലോസ് ഇത് അവൻ എഴുതി തീത്തോസിനെ ഉപദേശിക്കാനുള്ള കാരണം, പൗലോസ് എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവനോടൊപ്പം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ തലമുറയിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. മൂപ്പന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നാം പാർക്കുന്ന സമൂഹത്തിൽ, നാം പാർക്കുന്ന ശുശ്രൂഷ വേളകളിൽ, നാം പാർക്കുന്ന ശുശ്രൂഷയുടെ സ്ഥലത്ത് നമുക്ക് വേണ്ടി സഹപ്രവർത്തകന്മാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്തോത്രം ദൈവവേല ചെയ്യുന്ന മൂപ്പന്മാർ എഴുന്നേൽക്കണം. ആമേൻ, സ്തോത്രം. കുറ്റമില്ലാത്ത ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ സഭ മുൻപോട്ട് വരണമെന്ന് പൗലോസ് തീത്തോസിനോട് പറയുകയാണ്. അല്ലയോ തീത്തോസേ, നീ നിന്റെ പട്ടണത്തിൽ പാർക്കുമ്പോൾ, നീ ഒരു സമൂഹത്തിൽ പാർക്കുമ്പോൾ, ഹല്ലേലൂയ, നീ മൂപ്പന്മാരെ ആക്കി വെക്കണം. സ്തോത്രം. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ആഗ്രഹിക്കുകയാണ്, ശുശ്രൂഷകന്മാരെ ആക്കി വെക്കണം. ഈ തലമുറയിൽ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്നില്ല. പല ബൈബിൾ സ്കൂളുകളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. താമസിക്കാൻ വേണ്ടി പലർക്കും അത് റെന്റ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കുറ്റമില്ലാത്തൊരു മൂപ്പൻ വരുമ്പോൾ, അഭിഷേകമുള്ള ഒരു മൂപ്പൻ വരുമ്പോൾ, നിയോഗമുള്ള ഒരു ശുശ്രൂഷകൻ എഴുന്നേൽക്കുമ്പോൾ, പൗലോസ് പറയാണ്, നീ പാർക്കുന്ന പട്ടണത്തിൽ, നീ പാർക്കുന്ന ദേശത്ത്, നീ പാർക്കുന്ന സമൂഹത്തിൽ നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നീ ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഈ രാജ്യത്തും ഈ സമൂഹത്തിന് പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഒരു തീത്തോസിനെ കുറിച്ച്, ഒരു ശുശ്രൂഷകനെ കുറിച്ച് അവനെ നേരോടെ നടത്തുവാൻ, അവനെ നേർവീതിയിൽ അവനെ നിർത്തുവാൻ പൗലോസ് തീത്തോസിനോട് മാത്രം പറയുകയാണ്, നീ നിന്റെ പട്ടണത്തിൽ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. അടുത്ത് പറയുന്ന പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നീ ഒരു മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, നീ ഒരു ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ,
നീ ആകുന്നത് വലിയൊരു ശുശ്രൂഷകനായി മാത്രം നിൽക്കുകയല്ല, നീ സമൂഹത്തിൽ ഒരു ലീഡറായി മാറുകയാണ്. സ്തോത്രം. ഇത് പൗലോസ് പറയാനുള്ള കാരണം പൗലോസ് ഒരു ലീഡറായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഒരു ലീഡറായിരുന്നു. പല സഭകളെയും നയിക്കുവാൻ, പല സഭകളെയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ പൗലോസ് എടുത്ത നിയോഗം, പൗലോസ് എടുത്ത താല്പര്യം, സ്തോത്രം, അവൻ എല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണി ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഇറങ്ങിത്തിരിക്കേണ്ടതിന് പൗലോസ് തന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ഒരു ലീഡർ സ്ഥാനത്തിലേക്ക് വരാനുള്ള കാരണം അവൻ പലരെയും ശുശ്രൂഷകന്മാരായിട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ തീമോഥെയോസിനോട് പറയുന്നു, തീമോഥെയോസേ, ഞാൻ നിന്നെ ശുശ്രൂഷകനായിട്ട് നീ വിളിക്കുമ്പോൾ, ശുശ്രൂഷകനായിട്ട് നിയോഗിക്കുമ്പോൾ, ഞാൻ അഭിഷേകത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഞാൻ ഒരു നന്നായി ലീഡർ ആയതുകൊണ്ട്, ഞാൻ നിന്റെ തലയിന്മേൽ കൈവെക്കുമ്പോൾ നിന്നക്കകത്ത് വ്യാപരിച്ചിരിക്കുന്ന, നിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങൾ തീ പോലെ ജ്വലിക്കേണ്ടതിന് ഞാൻ നിന്റെ തലയ്ക്ക് മീതെ കൈവച്ച് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയാനുള്ള കാരണം? പൗലോസ് ഒരു നല്ലൊരു ലീഡറായിരുന്നു. സ്തോത്രം. പൗലോസ് നല്ല ലീഡർ ആയതുകൊണ്ട് പലരെയും അവൻ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ, ഈ സമയത്ത്, ഈ നല്ലൊരു ഞായറാഴ്ച ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ഒരു ലീഡറായി മാറണം. പ്രൈസ് ഗോഡ്. അവൻ അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, അനേകരെ ബുദ്ധി ഉപദേശിക്കുവാൻ, അനേകരെ നേരോടെ നിർത്തുവാൻ, അനേകരെ അഭിഷേകത്തോടെ നിർത്തുവാൻ, ഓരോരുത്തരും ആത്മാവിന്റെ വേലയിൽ ലീഡറായി തികഞ്ഞു വരണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനൊരു നല്ല ലീഡറാണ്. എനിക്കറിയാം ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് വരുമ്പോൾ, എനിക്കറിയാം ഒരു ശുശ്രൂഷകൻ എഴുന്നേറ്റ് വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ ഏതൊക്കെ വിധത്തിൽ അവനെ ഉപയോഗിക്കപ്പെടണമെന്നും ഏതൊക്കെ വിധത്തിൽ അവൻ ആത്മാവിൽ വളരണമെന്നും എനിക്ക് നന്നാ നിശ്ചയമുള്ളത് കൊണ്ട് തീത്തോസേ ഞാൻ പറയുന്നു, നീ ഒരു നല്ല ലീഡറായി മാറണം. നീ ഒരു നല്ല ലീഡറായി വരുമ്പോൾ നീ പാർക്കുന്ന പട്ടണത്തിൽ, നീ പാർക്കുന്ന സമൂഹത്തിൽ ചില ശുശ്രൂഷകന്മാരെ നിൽക്കും. ഹല്ലേലൂയ. നീ നല്ലൊരു ലീഡറാകുമ്പോൾ, ഹല്ലേലൂയ, നീ നല്ലൊരു ശുശ്രൂഷകനായി മാറുമ്പോൾ നീ പാർക്കുന്ന പട്ടണത്തിൽ ഒരു നല്ലൊരു മൂപ്പനെ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ. ഇത് പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, നീ നല്ലൊരു ലീഡറായി മാറണം. ഹല്ലേലൂയ. നീ നല്ലൊരു ലീഡറായി മാറണം. പ്രൈസ് ഗോഡ്. ഇത് തന്നെയാണ് പൗലോസ് ഫേവ എന്ന് പറയുന്ന ഒരു പാസ്റ്ററിനെ, ഒരു സഹോദരിയെ സ്തോത്രം കൊരിന്ത്യ പട്ടണത്തിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ, കൊരിന്ത്യ പട്ടണത്തിലേക്ക് അവൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഫേവയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, സ്തോത്രം ചെയ്യുന്നു, ഇവർ നല്ലൊരു ശുശ്രൂഷകയാണ്. സ്തോത്രം. ഇവർ ശുശ്രൂഷകை മാത്രമല്ല, നല്ലൊരു സഹായിയാണ്. പ്രൈസ് ഗോഡ്. കാരണം ഞാൻ പോയ സമയത്ത് എന്നെ സഹായിക്കേണ്ടതിന് മുൻപന്തിയിൽ വന്ന ഒരു സഹോദരിമാരിൽ ഒരുവരാണ് ഫേവ. അതുകൊണ്ട് കൊരിന്ത്യ സഭയോട് പറയാണ്, ഇവരെ നിങ്ങൾ മുറുക്കെ പിടിച്ചോണം. പ്രൈസ് ഗോഡ്. ഇവർക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി എന്തൊക്കെ സഹായം ചെയ്യാറുള്ളത് സഭയോട് പറയാണ്, മുൻപന്തി നിന്നങ്ങ് ചെയ്തോണം. കാരണം ശുശ്രൂഷകൾക്ക് വേണ്ടി സഹായിക്കുന്ന സഹോദരിയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഇവർ നല്ലൊരു സഹായിയാണ്. പ്രൈസ് ഗോഡ്. ഇത് തന്നെ ആവർത്തിച്ച് പൗലോസ് പറയുകയാണ്, തീത്തോസേ, നീ ഒരു ലീഡറായി മാറണം. നമ്മുടെയൊക്കെ പരാജയം, നമ്മളൊക്കെ ലീഡർ സ്ഥാനത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും പരാജയമായി തോന്നുന്നത്. നമുക്കൊരു ഉത്തരവാദിത്ത ബോധം ഇല്ലാതായി മാറുന്നത് ലീഡർ സ്ഥാനം വഹിക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. മുമ്പേ പാസ് പറഞ്ഞു, പാസ് ഒരു ഞായറാഴ്ച ആബ്സെന്റ് ആയി പോയാൽ, ഇവിടുന്ന് പോയി മറ്റൊരു മീറ്റിംഗിലേക്ക് അച്ഛനാമൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഹല്ലേലൂയ നിരാശകൾ, നമുക്ക് വരുന്ന ദുഃഖങ്ങൾ, സ്തോത്രം, അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ദൈവദാസൻ ലീഡർ ആയതുകൊണ്ടാണ് ഒരു ഞായറാഴ്ച മിസ് ചെയ്യാതെ ആര് വന്നാലും വന്നില്ലെങ്കിലും ആരാധനകൾക്ക് വേണ്ടി വരുന്നത്. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, എല്ലാവരും ലീഡർ വഹിക്കണം, ലീഡർ സ്ഥാനത്തിലേക്ക് വരണം, ഒരു മെന്ററായി മാറണം. ഒരു ലീഡർ സ്ഥാനത്തിലേക്ക് വന്നാൽ മാത്രമേ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നമ്മൾ വരികയുള്ളൂ. സ്തോത്രം. ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനൊരു ലീഡറാണ്. പ്രൈസ് ഗോഡ്. എന്റെ കർത്തൃത്വത്തിൽ നിന്നും എനിക്ക് പിന്മാറാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. വളരെ വിമർശനങ്ങളും വളരെ പോരാട്ടങ്ങളും വളരെ തർക്കങ്ങളും കൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തെ ഭരിക്കുന്നത്. ഇത്ര വലിയ പോരാട്ടങ്ങളും വിമർശനങ്ങളും തന്റെ കോലം കത്തിക്കുന്നു, തന്റെ വണ്ടി തടയുന്നു, ഇത്രമാത്രം പ്രയാസങ്ങളും ഇത്രമാത്രം പോരാട്ടങ്ങളുടെ നടുവിൽ എനിക്കിത് വേണ്ട, ഞാൻ കേരളത്തെ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്ന നമ്മുടെ കേരളത്തിന്റെ പോക്ക് അങ്ങോട്ടായിരിക്കും. കുത്തഴിഞ്ഞ പുസ്തകം
പുസ്തകം പോലെ ആയിത്തീരും. നിയന്ത്രിക്കുവാൻ ഒരു ലീഡർ ഉള്ളത് കൊണ്ടാണ്, നിയന്ത്രിക്കുവാൻ ഒരു മെന്റർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു സമാധാനപരമായും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ കേരളം പോകുന്നത്. എന്നതുപോലെ തന്നെ ആത്മീയ ഗോളത്തിൽ, ആത്മീയ നേതൃത്വത്തിൽ, ആത്മീയ സഭയിൽ എല്ലാവരും ലീഡർ സ്ഥാനത്തിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരുവൻ ലീഡർ സ്ഥാനത്തിലേക്ക് വന്നാൽ ഒരുവൻ ഒരു മറ്റൊരുവനെ ഉളവാക്കത്തക്ക നിലയിൽ, മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കത്തക്ക നിലയിൽ ഒരുവൻ ദൈവിക ലീഡറായി മാറിയ, ദൈവിക മെന്ററായി മാറിയ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവനവൻ ചെയ്ത എടുത്ത ഉത്തരവാദിത്വത്തിൽ നിന്നും ആർക്കും പിന്നോട്ട് മാറുവാൻ കഴിയത്തില്ല. കാരണം ദൈവം ആക്കി വെച്ചത് ദൈവത്തിന്റെ ലീഡർഷിപ്പാണ്. അതുകൊണ്ടാണ് പൗലോസ് തീത്തോസിനോട് പറയുന്നത്, നീ ഒരു ലീഡർ സ്ഥാനത്തിലേക്ക് മാറണം. എപ്പോഴും നീ ഒറ്റയാൾ പോരാട്ടമായി നിൽക്കരുത്, എപ്പോഴും നീ വൺ മാൻ ഷോയായി നിൽക്കരുത്. നീ ഒരു ലീഡർ സ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി നീ എടുക്കേണ്ട ഒറ്റ തീരുമാനം എന്തെന്നറിയാമോ? നീ പാർക്കുന്ന പട്ടണത്തിൽ നീ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹാലലൂയ എന്ന് പറഞ്ഞാൽ നീ അസിസ്റ്റന്റുമാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ നീ ഒരു ലീഡറായി മാറും. ഹാലലൂയ, ഹാലലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമുക്ക് ഒരു സഹശുശ്രൂഷകൻ എഴുന്നേൽക്കുമ്പോൾ ഹാലലൂയ നമ്മൾ ഒരു ലീഡറായി മാറുകയാണ്. 30 വർഷമായി 40 വർഷമായി കർത്താവിന്റെ വേലയിലാണ്. സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. പക്ഷെ ലീഡർ സ്ഥാനത്തിലേക്ക് വരത്തില്ല. കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ചു. 14 വർഷമായി ദൈവദാസൻ ശുശ്രൂഷ ചെയ്തിട്ട്, എനിക്ക് 20 വർഷമായി ശുശ്രൂഷ ചെയ്തിട്ട് അവരുടെ ഭാര്യ ശുശ്രൂഷിക്കത്തില്ല. ഈ തലമുറയിൽ ഒരു 7 വർഷം 6 വർഷം കഴിയുമ്പോൾ അവർ ഭാര്യ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ ഒരു പുറകോട്ടുള്ള 49-50 വർഷം നമ്മളെടുത്ത് പരിശോധിച്ചാൽ 50 വർഷം സഭയുടെ ശുശ്രൂഷയാണ്, ഭയങ്കര ശുശ്രൂഷയാണ്. പക്ഷേ ഒരു നല്ലൊരു വചനം പറയാൻ ഭാര്യമാർക്ക് അറിയത്തില്ല, മക്കൾക്ക് അറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, തീത്തോസേ, അതിന് നീ മുതരരുത്. നീ വലിയ ശുശ്രൂഷയായിരിക്കാം, നീ നീണ്ട കാല ശുശ്രൂഷകൾക്ക് ഇറങ്ങിയിരിക്കാം. പക്ഷെ നീ ഒരു ലീഡറായി മാറണമെങ്കിൽ നീ പാർക്കുന്ന പട്ടണത്തിൽ ഒരു സഹസു മൂപ്പന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു നല്ലൊരു ലീഡറായി മാറുമ്പോഴാണ് സ്തോത്രം ശുശ്രൂഷയുടെ വില എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. സ്തോത്രം. നല്ലൊരു അപ്പോസ്തലൻ, നല്ലൊരു പ്രവാചകൻ, നല്ലൊരു ശുശ്രൂഷകൻ, സ്തോത്രം, അവൻ ആയിരിക്കണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്നവരായി മാറണം. പ്രൈസ് ഗോഡ്. ഇതാണ് തീത്തോസിനോട് പൗലോസ് പറഞ്ഞത്. നീ പാർക്കുന്ന പട്ടണത്തിൽ നീ മാത്രമല്ല മൂപ്പന്മാർ, നീ ഒരു മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുന്നവനായി മാറണം. സ്തോത്രം. 6-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യത്തിന്റെ അകത്തുണ്ട്, നീ പാർക്കുന്ന പട്ടണത്തിൽ മൂപ്പന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ സഭകളിൽ, നമ്മുടെ ദേശത്ത് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലീഡർ സ്ഥാനത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പ്രവാചകൻ, ഒരു ഇടയൻ, മറ്റു ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു പ്രവാചകനെ, ഒരു ഉപദേഷ്ടാവിനെ, ഒരു ഇടയനെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴുള്ള ശുശ്രൂഷകന്മാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി ഇരിക്കുകയാണ്. കാരണം ശുശ്രൂഷകന്മാർ ഇന്ന് കിട്ടാനില്ല, ശുശ്രൂഷകന്മാർ ഇന്ന് സമർപ്പണ ബോധത്തോടെ വരാറില്ല. അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ പകലിൽ ലൈവിലൂടെയും ഈ ചർച്ചിലൂടെയും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഓരോരുത്തരും ദൈവത്തിന്റെ ലീഡർഷിപ്പിലേക്ക് മാറണം. ഹല്ലേലൂയ. അതിന് പൗലോസ് ആദ്യം പറഞ്ഞത്, ഒരു ലീഡർ കുറ്റമില്ലാത്തവനാകണം, ഏക ഭാര്യ ഉള്ളവനായി മാറണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പൗലോസ് ഇത് നേരിട്ടല്ല തീത്തോസിനോട് പറയുന്നത്, കത്തെഴുതിയാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, കൊരിന്ത്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും ഹല്ലേലൂയ ഗലാത്യ പട്ടണത്തിന് സഭകളെല്ലാം കത്തെഴുതിയാണ് പൗലോസ് പറയുന്നത്. ഈ കത്തിന്റെ സാരാംശം തീത്തോസിന് അറിയാം പൗലോസ് എന്താ പറയുന്നത്. സ്തോത്രം. നിരന്തരം നമ്മളോട് കത്തെഴുതുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, എന്താ പറയാനുള്ളതെന്ന് കറക്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ കത്ത് വായിക്കാതെ വിടും. പക്ഷെ പൗലോസിന്റെ കത്തിന്റെ അകത്തെല്ലാം ഭയങ്കര ആത്മീയ മർമ്മങ്ങളുണ്ട്. തീത്തോസിന്റെ ലേഖനം എന്ന് പറയുന്നത് ചുരുങ്ങിയ ലേഖനമാണ്, എന്നാൽ അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ആത്മീയമായ വലിയ മർമ്മങ്ങളാണ്. ആമേൻ. പൗലോസ് തീത്തോസിനോട് ഈ ലേഖനം എഴുതുമ്പോൾ തീത്തോസിന് ഒരു പക്ഷേ ഈ ലേഖനത്തെ മാറ്റിവെക്കാം. പക്ഷെ തീത്തോസ് ഈ ലേഖനം മാറ്റി വെച്ചില്ല. പ്രൈസ് ഗോഡ്. എന്തെന്നാൽ തീത്തോസിന്റെ ലേഖനത്തിൽ തീത്തോസിനോട് പൗലോസ് എഴുതുമ്പോൾ ഇതിനകത്ത് ആത്മീയ മർമ്മങ്ങളുണ്ട്.
അവൻ റോമാലേഖനത്തിൽ എഴുതിയ സ്തോത്രം അവൻ ആത്മീയ മർമ്മമല്ല കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ ദൈവിക മർമ്മമല്ല ഗലാത്യയിൽ ഫിലിപ്പിയിൽ പറയുന്നത്. തീത്തോസിന്റെ തീമോഥെയോസിന്റെ 2 ലേഖനത്തിൽ പറഞ്ഞതല്ല തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ അനുഭവത്തോടു കൂടി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടു കൂടി തന്നെയാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയാണ്, നീ എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ, കാരാഗൃഹത്തിന്റെ അനുഭവത്തെ നീ കാണാൻ വരുന്നുണ്ടെങ്കിൽ, കാരാഗൃഹത്തിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പുതപ്പും കൂടി നീ എടുത്തുകൊണ്ട് വരണം. അതുകൊണ്ട് പൗലോസിന്റെ ഒരു ലേഖനം വിട്ട് മറ്റൊരു ലേഖനത്തിന്റെ അകത്ത് അവൻ ആത്മീയ മർമ്മങ്ങളുണ്ട്. ഈ മർമ്മത്തെയാണ് പൗലോസ് പിടിച്ചിരിക്കുന്നത്. തീത്തോസേ, നീ ഒരു ആത്മീയ മൂപ്പനാണ്, നീ ഒരു ആത്മീയ ലീഡറാണ്, നീ ഒരു ആത്മാവിൽ അനേകരെ എഴുന്നേൽപ്പിക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആരും നിന്നെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരും നിന്നെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുക മാത്രമല്ല, നീ പാർക്കുന്ന പട്ടണത്തിൽ അനേക വിമർശനങ്ങൾ ഉണ്ടെങ്കിലും, അനേക പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, അനേക പോരാട്ടങ്ങൾ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി നീ സഹശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്? പൗലോസിനറിയാം അടുത്ത ചില കാലയളവിൽ, അടുത്ത ചില നൂറ്റാണ്ടുകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സകല മൂപ്പന്മാരും ഈ പട്ടണത്തിൽ എഴുന്നേൽക്കണമെന്ന് പൗലോസിന് ആത്മീയ ഉത്തേജനം ലഭിക്കുമ്പോൾ പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, തീത്തോസേ, നീ പാർക്കുന്ന പട്ടണത്തിൽ പോരാട്ടമുണ്ട്, നീ പാർക്കുന്ന പട്ടണത്തിൽ ദാരിദ്ര്യമുണ്ട്, നീ പാർക്കുന്ന പട്ടണത്തിൽ വിമർശനങ്ങളുണ്ട്. പക്ഷെ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ചില മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ചില ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് ആത്മീയ അധികാരമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഞാൻ തീത്തോസ് നിന്നോട് പറയുന്നു. അതുകൊണ്ട് നീ മടുത്തു പോകരുത്, അതുകൊണ്ട് നീ തോന്നു പോകരുത്, നീ സഹശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ആത്മാവിൽ പറയുകയാണ്, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം? ഹല്ലേലൂയ. എല്ലാവരും ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്കുള്ള ക്വാളിറ്റിയോട് കൂടി നീ സകല ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഒന്നാമത് പൗലോസ് പറയുന്നു, കുറ്റമില്ലാത്ത ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. സാക്ഷികളുള്ള ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് കണ്ടാലും നീ എഴുന്നേൽപ്പിച്ച ശുശ്രൂഷകന്മാരെ മാറ്റി നിർത്തുവാൻ അനുവദിക്കാത്ത വിധത്തിൽ കുറ്റമില്ലാത്ത ശുശ്രൂഷകന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. അടുത്ത പൗലോസ് പറയുന്നു, ദുർനടപ്പിന്റെ സ്തുതി പോലും കേൾക്കാത്ത ശുശ്രൂഷകന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. ഒരു ആത്മീയ ലീഡർ എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. നീ ഒരു ശുശ്രൂഷകനാണ്, നീ പാർക്കുന്ന പട്ടണത്തിൽ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണം. നീ ഒന്നാമത് ചെയ്യുന്നത് കുറ്റമില്ലാത്തവനായിരിക്കണം. ദുർനടപ്പ്, അങ്ങനെയുള്ള സ്തുതി കേൾക്കാത്ത ശുശ്രൂഷകന്മാരെ നീ എഴുന്നേൽപ്പിക്കണം. അതിന് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. 7-ാമത്തെ വാക്യം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകയാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനെ നീ എഴുന്നേൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ശുശ്രൂഷകനെ ദൈവരാജ്യത്തിലേക്ക് നീ അവൻ സമർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് തീത്തോസിനോട് പറയാണ്, തീത്തോസേ, നീ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ തന്നിഷ്ടക്കാരനാകരുത്. അവന്റെ ജോലി, അവന്റെ കുടുംബം, സ്തോത്രം, അവന്റെ തലമുറ എന്ന രീതിയിലേക്ക് മാറരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ലഹരിപ്രിയനാകരുത്. പ്രൈസ് ഗോഡ്. മദ്യപ്രിയനാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. തല്ലുകാരനാകരുത്. സ്തോത്രം ചെയ്യുന്നു. ദുർലാഭമോഹി ആകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയായിരിക്കും ഒരു ശുശ്രൂഷകൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകന്റെ അവന്റെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവാം ദൈവം തീത്തോസിന്റെ ലേഖനത്തിൽ കൂടി തീത്തോസിനെയും തീത്തോസിന്റെ സഹശുശ്രൂഷകന്മാരെയും എങ്ങനെ എഴുന്നേൽപ്പിക്കണമെന്ന് തീത്തോസ് പറയുക.
പറയുകയാണ്, തീത്തോസേ, ഒരു ശുശ്രൂഷകൻ കുറ്റമില്ലാത്തവനാകണം. പ്രൈസ് ഗോഡ്. അവൻ ദുർനടപ്പ് വിട്ടുമാറണം. പ്രൈസ് ഗോഡ്. അവൻ തന്നിഷ്ടക്കാരനും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസി, എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തീയ ലീഡർ? അവൻ അതിഥിപ്രിയനാകണം. ഒന്നുമില്ലാത്ത നേരത്ത് സ്തോത്രം കൂടാരത്തിന്റെ അവൻ പരിസരമെല്ലാം അടിച്ചുവാരി സ്തോത്രം സാറയും അബ്രഹാമും വിശ്രമിക്കുന്ന സമയത്ത് സ്തോത്രം അല്ലെങ്കിൽ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് ആ കൂടാരത്തെ തേടി 3 അതിഥി വരികയാണ്. ആ അതിഥിയെ ആ കുടുംബം വിശ്വസ്തയോടെ നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീട്ടുമുറ്റത്തെ ആ മരത്തിന്റെ ചുവട്ടിൽ അതിഥികളെ ഇരുത്തി ഹല്ലേലൂയ കൂടാരത്തിന്റെ അകത്ത് പോയി നല്ലതുപോലെ ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് തൃപ്തി വരുന്നത് പോലെ ആഹാരം കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് സ്തോത്രം അതിഥിയിൽ ഒരുത്തൻ അവൻ അഭിഷേകമുള്ള ഒരുത്തൻ പറയുകയാണ്, അടുത്തയാണ്ട് ഞാൻ വരുമ്പോൾ നിന്റെ കൂടാരത്തിൽ ഒരു അത്ഭുതം കാണും, നിന്റെ സാറയുടെ ഉദരത്തിൽ ഒരു അത്ഭുതം കാണും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും ഒന്നാമതായ ക്വാളിറ്റി, അവന്റെ വീട്ടിൽ ഒരാൾ കടന്നു വരുമ്പോൾ അവൻ ഭയങ്കരമായി സ്വീകരിക്കണം, അവൻ അതിഥിപ്രിയനാകണം. രണ്ടാമത് പൗലോസ് പറയുന്നു അവൻ ഒരു സൽഗുണപ്രിയനാകണം. മൂന്നാമത് പൗലോസ് പറയുന്നു അവൻ ഒരു സുബോധശീലനാകണം. 4 അവൻ നീതിമാനാകണം. 5 അവൻ നിർമ്മലനാകണം. 6 അവൻ ജിജേന്ദ്രനാകണം. 7 അവൻ പത്യോപദേശം പറയുന്ന വ്യക്തിയാകണം. പ്രൈസ് ഗോഡ്. 8 അവൻ വിരോധികൾക്ക് വേണ്ടി ബോധം വരുത്തുന്നവനാകണം. 9 അവൻ വചനം മുറുകെ പിടിക്കുന്നവനാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കേട്ടോ, ആമേൻ ആമേൻ. ഒന്നാമത് ഒരു അതിഥി, ഒരു ശുശ്രൂഷകൻ കടന്നു വരുമ്പോൾ, ഒരു ശുശ്രൂഷകനായി നിയമിക്കപ്പെടുമ്പോൾ ഒന്നാമത് പൗലോസ് പറയുകയാണ് അവൻ അതിഥിപ്രിയനാകണം. എന്തെന്നാൽ ഒരു നീതിമാൻ ഒരു ദേശത്തുണ്ടെങ്കിൽ, ഒരു കുറ്റമില്ലാത്ത ശുശ്രൂഷകൻ അവന്റെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പരിസരത്തുണ്ടെങ്കിൽ, ആ പട്ടണത്തുണ്ടെങ്കിൽ, നിന്റെ വീട് തേറി അനേക ജനം വരും. പ്രൈസ് ഗോഡ്. അവൻ അവരെ ആരെയും നിങ്ങൾ മടുത്തു വിടരുത്, അവരെ ആരെയും നീ തളർത്തി വിടരുത്, അവന്റെ ഹൃദയത്തെ നീ മുഷിപ്പിച്ചു വിടരുത്. ആരൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയോ യാചനകൾക്ക് വേണ്ടിയോ തൂത് കേൾക്കാനോ എങ്ങനെയായിരുന്നാലും നിന്റെ അടുക്കൽ വരുമ്പോൾ നീ ഒരു അതിഥിപ്രിയനായി മാറണം. പ്രൈസ് ഗോഡ്. എത്ര പേര് വന്നാലും ഒരു മനസ്സോടെ ഉൾക്കൊള്ളുന്നവനാകണം. പ്രൈസ് ഗോഡ്. ആമേൻ. ചില വീടുകളിലൊക്കെ ഉണ്ട് ആമേൻ, ഭർത്താവ് നല്ല അതിഥിപ്രിയനായിരിക്കും, ഭാര്യ ഭയങ്കര മുഷിപ്പായിരിക്കും. തിരിച്ചങ്ങനെയാവാം. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും നല്ലതുപോലെ അതിഥികളെ സ്വീകരിക്കും, മക്കൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്തതായിരിക്കും. പക്ഷെ ഒരു ശുശ്രൂഷകന്റെ വീട്, ഒരു ശുശ്രൂഷകന്റെ വ്യക്തി അവൻ അതിഥിപ്രിയനാകണം. 2 അവൻ സൽഗുണപ്രിയനാകണം. എല്ലാവരോടും ഒരു മനസ്സുള്ളവനാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം എടുത്ത് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. മാനവരാശിയെ മുഴുവനും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ജയിലിൽ കിടക്കുന്നവരെയും കാട്ടിൽ കിടക്കുന്നവരെയും കൊട്ടാരത്തിൽ കിടക്കുന്നവരെയും ഹല്ലേലൂയ അരമനയിൽ കിടക്കുന്നവരെയും ഹല്ലേലൂയ പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് കർത്താവായ ദൈവം. അവൻ അവിടുത്തെ വേല ചെയ്യുന്ന മൂപ്പന്മാർ, അവിടുത്തെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാർ സൽഗുണപ്രിയനാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത് പറയുകയാണ് അവൻ സുബോധമുള്ളവനാകണം. പ്രൈസ് ഗോഡ്. അവൻ സുബോധമുള്ള വീട്ടിൽ നിന്നും സുബോധമുള്ള വ്യക്തി അസുബോധമുള്ളവനായി മാറി. പന്നിയുടെ ആ ഭക്ഷണം അവൻ എടുക്കുന്ന സമയത്താണ് അവന് സുബോധം വന്നത്. ആരാധനയുള്ള വീടായിരുന്നു, പ്രാർത്ഥനയുള്ള വീടായിരുന്നു, നല്ലതുപോലെ ഭക്ഷണമുള്ള വീടായിരുന്നു, ജോലിക്കാരുള്ള വീടായിരുന്നു, സമ്പത്തുള്ള വീടായിരുന്നു. പക്ഷെ ഈ സമ്പത്തിനെയും ആരാധനയും പണത്തെയും മുഴുവനും അവൻ മേടിച്ചുകൊണ്ട്, അവന്റെ പാതിയിൽ മേടിച്ചുകൊണ്ട് അവൻ അപ്പനെ വിട്ട് അകന്നുപോയി. സ്തോത്രം. സുബോധം വിട്ട് അകന്നുപോയി. എന്നാൽ അവൻ പന്നിയുടെ കാള വരുന്ന സമയത്ത് അവന് സുബോധം വന്നു. അവൻ പറയണം, അപ്പാന്റെ അടുക്കിലേക്ക് ഞാൻ പോകും. അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. എപ്പോഴാ സുബോധം വന്നത്? അവൻ സുബോധമുള്ള വീട്ടിൽ നിന്നും അവൻ അസുബോധമുള്ള
രാജ്യത്തിലേക്ക്, അസ്വബോധമുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധനയുള്ള വീട്ടിലേക്ക് അവൻ വരികയാണ്. ഞാൻ പാപം ചെയ്തു പോയി. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകന്റെ ക്വാളിറ്റി, ഒരു ദൈവവൈദ്യന്റെ ക്വാളിറ്റി, ഒരു ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ക്വാളിറ്റി, അവൻ സുബോധമുള്ളവനായി മാറും. എല്ലായിടത്തും പോയി കൈ കൊടുക്കരുത്, എല്ലായിടത്തും പോയി പണം കൊണ്ട് ഇടരുത്, എല്ലാവരുടെ അരികത്ത് പോയി നിൽക്കരുത്, എല്ലാ രീതിയിലും പോയി അഭിപ്രായം പറയരുത്. ഒരു ക്രിസ്ത്യ വിശ്വാസി, ഒരു ക്രിസ്ത്യ ലീഡർ സുബോധമുള്ളവനായി മാറണം. 1-ാം സങ്കീർത്തനം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. സ്തോത്രം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ വേല ചെയ്യുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന, അവൻ കർത്താവിനെ പാടി ആരാധിക്കുന്ന അവൻ ഏതൊരു ക്രിസ്ത്യ വിശ്വാസിക്കും എല്ലായിടത്തും പോയി കൈ കൊടുക്കാൻ കഴിയത്തില്ല. എല്ലാവരുടെയും കൂട്ടുകൂടുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ ഇരിക്കേണ്ട ഒരു ഇരിപ്പിടമുണ്ട്, അവൻ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവന് പറയേണ്ട ഒരു സ്ഥലമുണ്ട്, അവൻ ആരാധിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവനോട് കർത്താവ് പറയാണ്, നീ സുബോധമുള്ളവനായി മാറണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും പോയി കൂട്ടുകൂടല്ലേ, സുബോധമുള്ളതായി മാറണം. പരിശുദ്ധാത്മാവ് ഈ പകലിൽ ആമൻ ബുദ്ധിയോടെ പറയുകയാണ്. 4ാമത് പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നു, നീതിമാനാകണം. അനീതിയുടെ ഒരു ബന്ധത്തിൽ പോയി നീ കൈ കൊടുക്കരുത്. ഹല്ലേലൂയ. അനീതിയുടെ കൂട്ടുകെട്ടിൽ പോയി നീ അതിൽ അകപ്പെട്ടു പോകരുത്. നീ നീതിബോധത്തോടെ നടക്കണം. നീതിമാനായി നീ മാറണം. അവൻ പരിശുദ്ധാത്മാവാം ദൈവം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ഒരുവൻ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുന്ന ദൈവത്തിന്റെ വചനം, ഭൂമിയുടെ അറ്റത്തോളം പോയാലും നിന്റെ ക്വാളിറ്റി നീതിമാനായി മാറണം. അവൻ യോഹന്നാന്റെ സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഹല്ലേലൂയ ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഹല്ലേലൂയ. കണ്ടോ, ഒരുവന് ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ, ഒരുവന് അഭിഷേകം നിറഞ്ഞു വരുമ്പോൾ, ഒരുവൻ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അവന്റെ നിലനിൽപ്പ് പരിശുദ്ധാത്മാവ് പറയുകയാണ്. അവൻ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനായി മാറും, ന്യായവിധിയെക്കുറിച്ച് ബോധമുള്ളവനായി മാറും, അവൻ ലോകത്തെക്കുറിച്ച് ബോധമുള്ളവനായി മാറും. അതുകൊണ്ട് അവൻ ഒരു ക്രിസ്തീയ ലീഡർ, ഒരു ക്രിസ്തീയ വിശ്വാസി, അവൻ നീതിമാനായി മാറണം. അവൻ 5ാമത് പറയുന്നു, പൗലോസ് പറയുന്നു, ഒരു കുറ്റമില്ലാത്ത ശുശ്രൂഷകൻ, ഒരു മൂപ്പൻ നിർമ്മലനായി മാറണം.